എന്നും എപ്പോഴും വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രം. ഐതിഹ്യ പെരുമ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും സമ്പന്നമായ ക്ഷേത്രമാണ് കാടാമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രം. അമ്മയെ ആദിപരാശക്തിയായി കിരാതരൂപത്തിലാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. നാളികേരം മുട്ടറുക്കലും പൂമൂടലുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നമുക്ക് നോക്കാം. പാശുപതാസ്ത്രം സമ്പാദിക്കുവാനായി അർജുനൻ പരമശിവനെ ധ്യാനിച്ചു. എന്നാൽ അർജുനന്റെ അഹങ്കാരം ശമിച്ചതിനു ശേഷം മാത്രമേ അസ്ത്രം നൽകൂ എന്നായിരുന്നു ഭഗവാന്റെ തീരുമാനം. അതിനാൽ പരമശിവനും പാർവതീദേവിയും കാട്ടാളവേഷത്തിൽ എത്തി. ഇതിനിടയിൽ ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കാൻ പന്നിയുടെ രൂപത്തിൽ അയച്ചു. ഇതുകണ്ട പരമശിവൻ പന്നിയെ അസ്ത്രമെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്ത് വീഴ്ത്തി. പന്നിയെ ആരു കൊന്നു എന്ന തർക്കമായി പിന്നീട്. ഒടുവിൽ അമ്പേറ്റ് ഭഗവാന്റെ ശരീരം മുറിഞ്ഞു. ദേവി അർജുനൻ എയ്യുന്ന അമ്പുകൾ പൂക്കളാകട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ടപ്പോൾ കാട്ടാളവേഷത്തിൽ ആരാണ് വന്നത് എന്ന് അർജുനന് മനസ്സിലായത്. തൻ്റെ തെറ്റിന് അർജുനൻ മാപ്പ് അപേക്ഷിച്ചതിന് ശേഷം ഭഗവാനും ഭഗവതിയും അദ്ദേഹത്തിന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ അമ്മയ്ക്ക്. ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചത് ശങ്കരാചാര്യർ ആണ്. അതുകൊണ്ട് തന്നെ ദേവിക്ക് കാട്ടുതെച്ചി പൂക്കൾ കൊണ്ട് ആദ്യ പൂമുടൽ നടത്തിയത് ശങ്കരാചാര്യർ ആണ്. ഇവിടെ ദേവിക്ക് വിഗ്രഹമില്ല. ഒരു കുഴിയിൽ അദൃശ്യ സാന്നിധ്യമായി ദേവി കുടികൊള്ളുന്നു. മുന്നിൽ ഒരു കണ്ണാടി ബിംബവും ഉണ്ട്. ദേവിക്ക് വനദുർഗാഭാവം ഉള്ളതുകൊണ്ട് ശ്രീകോവിലിന് മേൽക്കൂരയില്ല. വൃശ്ചികത്തിലെ കാർത്തിക നക്ഷത്രമാണ് ദേവിയുടെ ജന്മദിനം. ഈ ദിവസം കാർത്തിക ദീപം തെളിയിക്കൽ, പ്രസാദൂട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ഉപദേവതകൾ ഒരേ വിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായി നരസിംഹമൂർത്തിയും വടക്കോട്ട് ദർശനമായി സുദർശനമൂർത്തിയും കൂടാതെ അദൃശ്യ ഗണപതി സാന്നിധ്യവും ഉണ്ട്. ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്ത് പൂർണ്ണ പുഷ്കല സമേതനായ ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഉണ്ട്. കൂടാതെ വടക്കു ഭാഗത്ത് നാഗകന്യകയുടെ പ്രതിഷ്ഠയും ഉണ്ട്. ക്ഷേത്രത്തിൽ 3 പൂജകൾ ഉണ്ട്. തന്ത്രം, ആണ്ടലാടിമന. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പൂമൂടൽ, ത്രികാല പൂജ, മുട്ടറുക്കൽ, ദേഹപുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി.